സോ ഹലോ. ഓക്കെ, ഹലോ മേഹ. നമ്മൾ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അതിൻ്റെ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സ്ഥിരമായിട്ട് എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ വിച്ച് ഈസ് ഗ്രാഫ്സ്. സോ ഗ്രാഫ് അറിയുന്നതിന് മുമ്പ് എന്താണ് ജസ്റ്റ് ഫങ്ഷൻസ്, എന്താണ് ഗ്രാഫ് എന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തരാം. ദർ ആർ ടു തിങ്സ് വിച്ച് ഈസ് ഫങ്ഷൻസ് ആൻഡ് ദർ ആർ ഗ്രാഫ്സ്. ഓക്കെ, എന്തൊക്കെ തരം ഫങ്ഷൻസാണ് ഉള്ളത്? നമുക്ക് പൊസിഷൻ ടൈം ഫങ്ഷൻ ഉണ്ട്. ദർ വി ഹാവ് ദി പൊസിഷൻ ടൈം ഫങ്ഷൻ. പിന്നെ അതുപോലെ വെലോസിറ്റി ടൈം ഫങ്ഷൻ, വെലോസിറ്റി ടൈം ഫങ്ഷൻ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വി ഹാവ് ദി ആക്സിലറേഷൻ ടൈം ഫങ്ഷൻ. അങ്ങനെ മൂന്ന് തരം ഫങ്ഷൻസാണ് ഉള്ളത്. നമ്മൾ ചെറുത് തോതിൽ ഞാൻ അയച്ചു തന്ന വീഡിയോയിൽ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇഫ് നോട്ട് പറഞ്ഞാൽ മതി, അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ഏതെടുത്ത് കഴിഞ്ഞാലും ഏതൊരു ഫംഗ്ഷൻ എടുത്താലും നമുക്ക് എന്ത് കിട്ടും? ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എക്സ് ഇസ് ഈക്വൽ ടു 3t+4. ഓക്കെ, ഇത് വെച്ച് ഈ ഒരു ഫംഗ്ഷൻ വെച്ച്, ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്താ, നമുക്കത് വെച്ച് എന്തും, അതായത് ആ ഒരു എൻറ്റയർ ആ ഒരു പ്രോപ്പർട്ടീസും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ആക്സിലറേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഫംഗ്ഷൻ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും. കുറേ ഡീറ്റെയിൽസ്, അതിൻ്റെ ആ ടീയുടെ പവർ എന്താണ്, ഇതൊക്കെ വെച്ച് പല കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഫങ്ഷൻസ് ഒക്കെ വെച്ച് നമുക്ക് എന്തും കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും, ഗ്രാഫുകൾ കൺസ്ട്രക്ട് ചെയ്യാനും പറ്റും. ഒരു പൊസിഷൻ ടൈം ഫംഗ്ഷൻ കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാം. ആ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താ? ഗ്രാഫ് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പല കാര്യങ്ങൾ കിട്ടും, അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ പല കാര്യങ്ങൾ കിട്ടും. നമുക്ക് പലതും പറയാൻ പറ്റും. ഒരു ഹോറോസ്കോപ്പ് പോലൊക്കെയാണ്. അതായത് നമുക്ക് ഒരു ഫംഗ്ഷൻ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് കിട്ടിയാൽ, ആ ഒരു സെറ്റ് ഓഫ് തന്നിരിക്കുന്ന ആ വാല്യൂസിൻ്റെ അല്ലെങ്കിൽ ഒരു ബോഡി മൂവ് ചെയ്യുക, ആ ബോഡി മൂവ് ചെയ്യുന്നതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് പറ്റും. വെലോസിറ്റി ടൈം ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കതിൽ നിന്നും ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇഫ് ദ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇസ് ഗിവൻ, നമുക്കതിൽ നിന്നൊരു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതാണ് പറഞ്ഞത്, നമുക്ക് എന്ത് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഗ്രാഫിനെ കുറിച്ചായിരിക്കും കൂടുതലും ചർച്ച ചെയ്യുക. സോ ഗ്രാഫിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്നെന്ന് വെച്ചാൽ സ്ലോപ്പ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ദ സ്ലോപ്പ്. പിന്നെന്താണ് സർ? രണ്ടാമത്തേത് വന്നിട്ട് അതിൻ്റെ ഏരിയ. സോ ഏത് ഗ്രാഫ് കിട്ടിയാലും നമ്മൾ നിർബന്ധമായിട്ടും അതിൻ്റെ സ്ലോപ്പും അതിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് കണ്ടുപിടിക്കണം എന്ന് പറയുന്നു? കാരണം അത് കണ്ടുപിടിച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ആ ഗ്രാഫിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ബോഡിയുടെ മോഷനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് ഞാനിവിടെ ആയിട്ട് തന്നെ ഒരു പൊസിഷൻ, ആദ്യത്തെ സെറ്റ് ഓഫ് ഗ്രാഫ് ഏതാണ്? പൊസിഷൻ ടൈം ഗ്രാഫ്. ഞാൻ അത് തന്നെ എടുക്കുന്നു. ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഞാൻ ഇവിടെ എടുക്കുകയാണ്. സോ ഹിയർ വി ഹാവ് ടു ആക്സിസ്, ആൻഡ് ഇത് വന്നിട്ട് നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് ഞാൻ എടുത്തു. വൈ ആക്സിസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് എക്സ് ആക്സിസ് വന്നിട്ട് അതെന്താണ്? ടൈം ഞാൻ എടുത്തു. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഐ മീൻ പൊസിഷൻ ടൈം ഗ്രാഫാണ്. സോ വൈ ആക്സിസ് ഡിസ്പ്ലേസ്മെൻറ്റും എക്സ് ആക്സിസ് ടൈമുമാണ്. ഞാൻ എന്താണ്ട് നമ്മുടെ ഗ്രാഫ് വന്നിട്ട് ഏതാണ്ട് ഇതുപോലെ ഇരിക്കുക. സോ ദിസ് ഈസ് അവർ ഗ്രാഫ്. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് പോയിരിക്കുന്നത്. ഓക്കെ ആണോ? സോ എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കാം? അറിയാവുന്ന കാര്യമായിരിക്കും, എങ്കിലും ചില പോയിന്റ്സ് നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു. സ്ലോപ്പ് കാണാൻ പറയുകയാണെങ്കിൽ ആദ്യം ആ ആംഗിൾ കണ്ടുപിടിക്കണം. ഏത് ആംഗിൾ? നമ്മൾ എക്സ് ആക്സിസിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, എന്താ പറഞ്ഞത് ഞാൻ? എക്സ് ആക്സിസിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ്, ഇതല്ലേ ആൻറ്റി ക്ലോക്ക് വൈസ്, ആ ഡയറക്ഷനിൽ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ ഇല്ലേ, ആൻഡ് ദാറ്റ് ആംഗിൾ ഇസ് ദ തീറ്റ. സോ തീറ്റ എങ്ങനെ കിട്ടുന്നത്? എക്സ് ആക്സിസിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് അതിൻ്റെ ടാൻ അങ്ങ് എടുത്താൽ മതി. സോ ടാൻ തീറ്റ, ആൻഡ് ബൈ ഡൂയിങ് ദാറ്റ് വി വിൽ ഗെറ്റ് ദി സ്ലോപ്പ് ഓഫ് ദി ഗിവൻ ഗ്രാഫ്. സോ ഇതാണ് ആ ഒരു മെത്തേഡ്. മനസ്സിലായോ? നമുക്ക് തന്നിരിക്കുന്ന എക്സ് ആക്സിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ടാൻ തീറ്റ കണ്ടുപിടിക്കുക. എങ്ങനെ ടാൻ തീറ്റ കണ്ടുപിടിക്കുന്നത്? ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ പാടുള്ള കാര്യമൊന്നുമില്ല. ഞാൻ വേണ്ടതായിട്ട് ഇതൊരു ട്രയാങ്കിളായിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇതൊരു ട്രയാങ്കിളായിട്ട് കൺവേർട്ട് ചെയ്തു. ട്രയാങ്കിളായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഇതൊരു ട്രയാങ്കിളായിട്ട് കൺവേർട്ട് ചെയ്താൽ നോക്കി, ഇതിൻ്റെ ടാൻ തീറ്റ എന്ന് വെച്ചാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റിൽ എന്താ കിടക്കുന്നത്? ഓപ്പോസിറ്റ് കിടക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് അല്ലേ. അഡ്ജസൻറ്റ് താഴെ എന്താ കിടക്കുന്നത്? താഴെ കിടക്കുന്നത് ടൈമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ
ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വിച്ച് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് എക്സ് ആണ്, ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് വെച്ചാൽ എന്താണ്? അത് വെലോസിറ്റി അല്ലേ? സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്ത് തരും? വെലോസിറ്റി തരും. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമുക്ക് താഴോട്ട് അതങ്ങ് എഴുതി വെക്കാം. ഓക്കെ, അതായത് പൊസിഷൻ ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ വി വിൽ ഗെറ്റ് ദി വെലോസിറ്റി. സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കൊരു ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി. ശരി, അത് മനസ്സിലായി. ഞാൻ അത് മായ്ക്കുകയാണേ. ഓക്കെ, അത് ക്ലിയർ ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ മറ്റൊരു ഗ്രാഫ് എടുക്കാൻ പോവാണ്. ഇവിടെ ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് അല്ല, മറിച്ച് ഐ എം ടേക്കിംഗ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഞാനൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടുത്തെ കേസിൽ എടുക്കാൻ പോകുന്നത്. സോ ഇവിടെ ഒരു ഗ്രാഫ് ഞാൻ എടുത്തു. ഇത് വി ആണ് ആൻഡ് ദിസ് ഇസ് ടൈം ടി ആണ്. ഓക്കെ, ആൻഡ് എൻ്റെ ഗ്രാഫ് വന്നിട്ട് ദാണ്ട് ഈ കാണുന്നതാണ് എൻ്റെ ഗ്രാഫ് എന്ന് വെച്ചു. ഓക്കെ, സോ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താ കണ്ടുപിടിക്കേണ്ടേ? എനിക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണ്ടേ. എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ഞാൻ എക്സ് ആക്സിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ത് വരച്ചു? ഒരു ആംഗിൾ എടുത്തു, ഒരു തീറ്റ ആംഗിൾ എടുത്തു. അതിൻ്റെ ടാൻ കണ്ടുപിടിക്കണം അല്ലേ? ടാൻ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഈ ലൈൻ ഞാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ ഇത് ദിസ് വുഡ് ബി വെലോസിറ്റി ആൻഡ് ദിസ് വുഡ് ബി ടൈം. ടാൻ തീറ്റ ഓപ്പോസിറ്റിൽ എന്താ കിടക്കുന്നത്? വെലോസിറ്റി ആണ്. ബൈ അഡ്ജസ്റ്റൻ്റ് എന്താ കിടക്കുന്നത്? ടൈമാണ്. വെലോസിറ്റി ബൈ ടൈം എന്തിനെ തരും? വെലോസിറ്റി ബൈ ടൈം നമുക്ക് ആക്സിലറേഷനെ തരും. എന്താ പറഞ്ഞേ? വെലോസിറ്റി ബൈ ടൈം എന്ന് വെച്ചാൽ നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിച്ച് ഇസ് ആക്സിലറേഷൻ. സോ ടാൻ തീറ്റ ആക്സിലറേഷൻ ആണ്. അതായത് നമുക്കൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമുക്കൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ആക്സിലറേഷൻ. നമുക്ക് ആക്സിലറേഷൻ ആയിരിക്കും അവിടെ കിട്ടാനായിട്ട് പോകുന്നത്. മനസ്സിലായോ? സോ ഇത് വെച്ച് നമുക്ക് എന്തും കണ്ടുപിടിക്കാം. നമുക്ക് എന്തിൻ്റെയും സ്ലോപ്പും കാര്യങ്ങളും ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു ഇതുമായിട്ട് ബന്ധമില്ല എങ്കിലും ജസ്റ്റ് ആ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫോഴ്സ്, ഓക്കെ, ഞാൻ പറയുന്നത് ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു എക്സാമ്പിൾ സപ്പോസ് നമുക്ക് ഫോഴ്സ് ഉണ്ട്, ഫോഴ്സും അതുപോലെ നമുക്ക് മാസ്, ഒരു ഫോഴ്സും മാസും നമ്മൾ ഗ്രാഫായിട്ട് എടുത്തു. ഓക്കെ, നമുക്കതിൻ്റെ സ്ലോപ്പ് വേണം. എന്ത് ചെയ്യാം? ഒരു തീറ്റയാണ്, ടാൻ തീറ്റ കണ്ടുപിടിക്കണം. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻ്റ്. ഇവിടെ ഓപ്പോസിറ്റ് വരച്ചാൽ അത് ഫോഴ്സാണ്. സോ സ്ലോപ്പ് എന്ന് വെച്ചാൽ എഫ് ബൈ എം എന്താ? എഫ് ബൈ എം എന്ന് വെച്ചാൽ നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ ആണ്. അതിൽ നിന്ന് എഫ് ബൈ എം എന്ന് വെച്ചാൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ ആണ്. സോ ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. കേട്ടോ? ചുമ്മാ ഞാനൊരു ഇത് എക്സാമ്പിൾ പറഞ്ഞു. നമുക്ക് എന്ത് വെച്ചും ഏത് ഗ്രാഫ് വെച്ചും അതിൻ്റെ സുഖമായിട്ട് ഈ ഒരു മെത്തേഡും കാര്യങ്ങളും വെച്ച് നമുക്ക് സ്ലോപ്പും കാര്യങ്ങളും കണ്ടുപിടിക്കാം. അതിൽ പാടുള്ള കാര്യമൊന്നും തന്നെ ഇല്ല. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് നമ്മൾ ഈ 2 പോയിൻ്റാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതൊരു സാധനം തന്നാലും നമുക്കതിൻ്റെ സ്ലോപ്പും കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ തന്നെ ഒരു ഇത് വെച്ച് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, നമുക്ക് കയ്യിൽ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഈ ഗ്രാഫ് എപ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുമെന്ന് വിചാരിക്കരുതേ. പഠിപ്പിക്കാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, കൺവീനിയൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ആംഗിൾ അവർ തന്നിട്ടുണ്ട്. ഇറ്റ്സ് 45 ഡിഗ്രി. എന്ത് ചെയ്യാൻ പറ്റും? വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ സിമ്പിൾ പരിപാടിയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. സോ സ്ലോപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? ടാൻ തീറ്റയാണ്. ഇവിടെ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? അത് ടാൻ 45 ആണ്. ടാൻ 45 എന്ന് വെച്ചാൽ നമുക്കറിയാം അത് 1 ആണ്. സോ 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി അല്ലേ നമുക്ക് കിട്ടുക. നമുക്ക് എന്താ അവിടെ കിട്ടുക? നമ്മൾ താഴെ പഠിച്ചിട്ടുണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ വി വിൽ ഗെറ്റ് ദി വെലോസിറ്റി. അതിൽ സംശയം കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇതൊക്കെ ഞാൻ വായിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കാറ്റഗറി നോക്കാം. ഏതാണ് ആ കാറ്റഗറി? ഇതാട്ടെ, ഏരിയ. എന്താണ് ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലൊരു ഗ്രാഫുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഗ്രാഫ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വൈ ആക്സിസ്, ഇവിടെ എക്സ് ആക്സിസ്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, ദിസ് വുഡ് ബി ദ വൈ ആക്സിസ് ആൻഡ് ദിസ് വുഡ് ബി ദ എക്സ് ആക്സിസ്. ഇങ്ങനെ പോവാം, ഇതും ഇങ്ങനെ അങ്ങ് പോവാം. സോ ഇവിടെ ഈ ഒരു ഗ്രാഫിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ഏത് ഭാഗമാണ്? എന്നിട്ട് ഇത്രയും പോർഷൻസ് ആയിരിക്കും ഈ ഗ്രാഫിൻ്റെ ഏരിയ. അല്ല, ഏരിയ അണ്ടർ ഇത് ഗ്രാഫ് എന്ന് പറയുമ്പം ഇത്രയും കാര്യങ്ങളായിരിക്കും. ഇത് മാത്രമേ ഉള്ളോ? അല്ല, ഇവിടെയുണ്ട്, ഇവനുമുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിൽ
വരുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോ ഗ്രാഫിൻ്റെയും പൊസിഷൻ്റെയും വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെയും ആക്സലേഷൻ ടൈം ഗ്രാഫിൻ്റെയും ഇതിൻ്റെയൊക്കെ ഏരിയ അണ്ടർ ദി ഗ്രാഫ് കണ്ടുപിടിക്കാം. പൊസിഷൻ കാണുന്നില്ല, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ആക്സലേഷൻ്റെ ഒക്കെ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ ഞാനൊരു ഗ്രാഫ് വരയ്ക്കുക. ഇതാണ് എൻ്റെ ഗ്രാഫ്. ഓക്കെ, ഞാനിവിടെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് എൻ്റെ ഗ്രാഫ് വന്നിട്ട് ദാണ്ട് ഇങ്ങനെയാണ്. ഇങ്ങനൊരു ലീനിയർ ആയിട്ടുള്ളൊരു സ്റ്റേഷനറി പോലത്തെ ഇങ്ങനെ അങ്ങ് പോകുന്ന ടൈപ്പ് ഒരു ഗ്രാഫാണ് എനിക്ക് കിട്ടിയത്. സ്റ്റേഷനറി അല്ല, ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. എങ്ങനെ ഏരിയ കണ്ടുപിടിക്കും? ഒന്നും ചെയ്യണ്ട, ഇതിനെ ഞാൻ താഴോട്ടൊന്ന് ജോയിൻ ചെയ്തു, റെക്ടാങ്കിൾ പോലെ ഫോം ചെയ്തു. അങ്ങനെ ഫോം ചെയ്താൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അതാണ്ട് ഇതിൻ്റെ അകത്തുള്ള പോർഷനാണ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വൈ ആക്സിസിൽ വെലോസിറ്റിയും എക്സ് ആക്സിസിൽ എന്താണ്? എനിക്ക് ടൈമുമാണ് ഉള്ളത് അല്ലേ? അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് നോക്കാം. ഏരിയ വുഡ് ബി ഈക്വൽ ടു, ഏരിയ ഈസ് ഈക്വൽ ടു റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്താ കുഞ്ഞേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ശരിയല്ലേ? ഇവിടെ ലെങ്തിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? ലെങ്തിൻ്റെ സ്ഥാനത്ത് എനിക്ക് വെലോസിറ്റി ഉണ്ട്, ബ്രെഡ്ത്തിൻ്റെ സ്ഥാനത്ത് എനിക്ക് ടൈം ഉണ്ട്. സോ വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് വെലോസിറ്റി ടൈം? നമുക്കറിയാം, വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? സോ വി ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എന്ത് മനസ്സിലായി ഇതിൽ നിന്നും? ഇതിൽ നിന്നും മനസ്സിലായി, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ നമുക്ക് എന്ത് തരും? നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തരും. എഴുതി വെച്ചോളൂ കുഞ്ഞുങ്ങളെ. എന്താ? നമ്മുടെ കയ്യിലൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ നമ്മൾ കാണുന്നു. അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. മനസ്സിലായോ? വേണൊരു ഇത് ചെയ്ത് നോക്കാം, ഒരു പ്രോബ്ലം പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ എൻ്റെ കയ്യിൽ എന്താണ് വായിക്കാം, മൊത്തം വായിക്കാം. ഓക്കെ, ദിസ് ഈസ് ദ ഗ്രാഫ് ദാറ്റ് ഐ ഹാവ് ഹിയർ. സോ ഇത് അതിൻ്റെ വൈ ആക്സിസ്, ഇത് അതിൻ്റെ എക്സ് ആക്സിസ്. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഏതാണ്ട് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഇങ്ങനത്തെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വാല്യൂസ് തന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് തന്നിരിക്കുന്ന വാല്യൂസ്? ഇവിടെ വന്നിട്ട് 0, ഇത് വന്നിട്ട് 10, ഇത് വന്നിട്ട് 20, ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വന്നിട്ട് ഇറ്റ്സ് 30. ഇനി എക്സ് ആക്സിൽ നോക്കാം. എക്സ് ആക്സിൽ നമുക്ക് 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. ഇങ്ങനെ എടുക്കാം. സോ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, അങ്ങനെ അങ്ങനെ പോവാം. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്കിതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറയുമ്പം ആരൊക്കെ വരുന്നുണ്ട്? ഏരിയ എന്ന് പറയുമ്പോൾ ദാണ്ട് ഇത്രയും ആൾക്കാർ അവിടെ വരുന്നത്. ഓക്കെ, എങ്ങനെ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഹാഫ് ബി എച്ച്, ഓർമ്മയുടെ ഇക്വേഷൻ ഹാഫ് ബി എച്ച് എന്നുള്ള ആ ഒരു പ്രോബ്ലം വെച്ച്, ആ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. സോ ഏരിയ അണ്ടർ ദി ഗ്രാഫ്, ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. സോ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് വെച്ചാൽ എത്ര ഇവിടെ വരുന്നത്? ഓക്കെ, ബേസ് എന്ന് വെച്ചാൽ ദാണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെ അത് എത്ര? 3 ആണ്. സോ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ഹൈറ്റ് എന്ന് വെച്ചാൽ എത്ര ആണ്? ദാണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെ അത് എത്ര? ദാണ്ട് ഇവിടം തൊട്ട് ഇവിടം 30 അല്ലേ? ശരിയാണ്, 30 ആണ്. സോ 30. സോ 2 പോയി 15, 15 ഇൻറ്റു 3 വുഡ് ബി 45. 45 എന്താ യൂണിറ്റ് വരുന്നത്? നമുക്കറിയാം ഏരിയ ഉണ്ട്. ഇറ്റ്സ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? വെലോസിറ്റി. ഇത് വെലോസിറ്റിയും ഇത് ടൈമുമാണ്. സോ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുക? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം നമുക്ക് 45 മീറ്റർ എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്തിപ്പെടാം. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യുന്നത്. ക്ലിയർ? സോ ഇനി സപ്പോസ് നമുക്ക് വേറൊരു ഗ്രാഫ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാം. ഓക്കെ, സോ മറ്റൊരു ഗ്രാഫ് ഞാൻ വരച്ചു. ആൻഡ് ഈ ഗ്രാഫ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻ